ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാണ്ടെ ഒരു കുക്കറിലോട്ട് കുറച്ച് സവാള അരിഞ്ഞതും തക്കാളിയും മുട്ടയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി വളരെ ശടപടേന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു വട്ടം മുട്ടക്കറി നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യുവാണെങ്കിൽ സ്ഥിരമായിട്ട് ഇത് തന്നെയായിരിക്കും കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു 3 കുഞ്ഞ് സവാള എടുത്ത് ഞാനൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിയൊരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തേക്കാണ്. അപ്പോൾ ചെറിയ തക്കാളിയൊക്കെയാണെങ്കിൽ 2 എണ്ണം എടുക്കണേ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 3, 4 അല്ലി വെളുത്തുള്ളിയും, 1 ടീസ്പൂൺ കുരുമുളകും, 1 ടീസ്പൂൺ വലിയ ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണൊക്കെ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗരം മസാല ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ ചിക്കൻ മസാലയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കാതെ ഉണ്ടാക്കാം കേട്ടോ. ഞാനൊരല്പം ഏകദേശം 1 ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒരല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട. കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പിലും താഴെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ ധൃതി പിടിച്ച് കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടുന്നതോ അല്ലെങ്കിൽ വീട്ടിലെ ഓഫീസിലൊക്കെ പോകുന്നവർക്കോ ഒക്കെ പെട്ടെന്ന് ശടപടയുന്ന അതായത് ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ 2 മുട്ടക്കറി ഉണ്ടാക്കാം. അത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നല്ല പോലെ മിക്സാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മുട്ട ഇതുപോലെ വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 4 മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റീലിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. പൊട്ടുന്ന പാത്രം എടുക്കാതിരുന്നാൽ മതി. ഇനി അതിലേക്ക് കുറച്ച് മാത്രം വെള്ളം, ഒരല്പം വെള്ളവും ചേർത്തിട്ട് നമുക്ക് ഈ കുക്കർ മൂടി വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ കേട്ടാൽ മതിയാവും. അപ്പോഴേക്കും ഇതെല്ലാം സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് അടുപ്പത്തേക്ക് മാറ്റുകയാണേ. അപ്പോൾ ദാണ്ടെ 3 വിസിലൊക്കെ കേട്ട് സ്റ്റീമൊക്കെ പോയിരിക്കുകയാണ്. ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഉടനെ നമുക്ക് ഈ മുട്ട എടുക്കാൻ പറ്റില്ല കേട്ടോ. അല്ലെങ്കിൽ തുണി എങ്ങാനും വെച്ച് എടുക്കേണ്ടി വരും. കുറച്ച് തണുത്തതിന് ശേഷം എടുത്താൽ മതി. അല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളും കേട്ടോ. അപ്പോൾ ദാണ്ടെ ഒന്ന് എടുക്കാം. ഇനി നമുക്ക് ഈ മുട്ടേൻ്റെയൊക്കെ ആ തൊലിയൊക്കെ തോടൊക്കെ ഒന്ന് കളയണം. അപ്പോൾ ദാണ്ടെ നമ്മുടെ ആ ഒരു മസാലയൊക്കെ നല്ല കിടിലമായിട്ടിവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വഴറ്റിയെടുത്ത് സമയം കളഞ്ഞിട്ടൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ മുട്ടയും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്യേണ്ട അത്രയും സമയം നമുക്ക് ലാഭിച്ചെടുക്കാം. കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി എത്രയാണോ നിങ്ങൾക്ക് ഗ്രേവി വേണ്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചിലർ ഇങ്ങനെ തന്നെ കഴിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പോളം ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണേ. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. എനിക്ക് പനിയാണോ അതാണ് സൗണ്ടൊക്കെ വല്ലാതിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മുട്ടയൊക്കെ പുഴുങ്ങിയെടുത്തായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു തോടൊക്കെ ഒന്ന് ഇളക്കി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മുട്ട എടുത്തപ്പോൾ ഒരു മുട്ട മാത്രം അതിൻ്റെ തോട് ഒരു വിധത്തിൽ ഇളകി വരുന്നില്ല കേട്ടോ. ലാസ്റ്റ് അത് ഈ പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു മുട്ടയ്ക്ക് മാത്രം എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കുന്ന സമയത്ത് എനിക്കൊരല്പം ഉപ്പ് കുറവായിട്ട് തോന്നിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ആ മസാലയൊക്കെ കുറച്ച് ആ മുട്ടയിലോട്ടൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ കേട്ടോ. അപ്പോഴത്തേനും എൻ്റെ ഇൻഡക്ഷൻ കുക്കറിന് എന്തോ പണി കിട്ടി അത് ഓഫായി പോവുകയാണ്. അങ്ങനെ ഞാൻ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മുട്ടക്കറി ഇവിടെ തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെ ഒന്ന് റെഡി ആയിട്ട് കിട്ടിയാൽ മതി.
അപ്പൊ നമുക്കിനി ഇത് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി വളരെ ശടപടേന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. അപ്പം ഇങ്ങനെ ആരും ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവര് ഉറപ്പായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിൾ പരിപാടിയാണ്. പക്ഷെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പൊ ദാണ്ടെ നമ്മുടെ മുട്ടക്കറി ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പൊ നമ്മൾ സമയം എടുത്തൊക്കെ ഉണ്ടാക്കുന്ന മുട്ടക്കറിയിലും എത്രയോ ടേസ്റ്റാന്നറിയോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ മുട്ടക്കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ഉണ്ടാക്കിയേക്കുന്നത് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പൊ നല്ല ചൂട് ചപ്പാത്തിന്റെ കൂടെ ഇതങ്ങോട്ട് ഒഴിക്കണം. പിന്നെ ഈ ഗ്രേവി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വറ്റിക്കാം ട്ടോ. ഞാൻ കുറച്ച് ചാറോട് കൂടിയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വറ്റിക്കാം ട്ടോ. അപ്പൊ ചപ്പാത്തിയിലോട്ട് ഇതങ്ങോട്ട് ചൂടോടെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് കഴിക്കാം. അപ്പൊ എങ്ങനെ ട്രൈ ആക്കുകയല്ലേ? ട്രൈ ആക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പൊ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.